നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കിക്കൊണ്ട് ഒരു യുവതിയുടെ മരണവാർത്ത കൂടി നമ്മൾ ഇന്നലെ കേട്ടു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെയാണ് ഒരു അതുല്യ എന്ന് പറയുന്ന 30 വയസ്സുള്ള യുവതി ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ചു എന്നുള്ള വാർത്ത കേട്ടത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കൊല്ലം സ്വദേശിയായിട്ടുള്ള വിഭഞ്ചികയുടെ മരണം, അതും കുഞ്ഞിനെയും കൊന്ന് വിഭഞ്ചിക ആത്മഹത്യ ചെയ്ത വാർത്ത, ഭർത്തൃപീഡനം, ഭർത്താവിൻ്റെ മാത്രമല്ല ഭർത്താവിൻ്റെ അച്ഛൻ്റെയും സഹോദരിയുടെ ഒക്കെ തന്നെ പീഡനം സഹിക്കവയ്യാതെ വിഭഞ്ചിക മരിച്ച വാർത്ത നമ്മൾ എല്ലാവരും ഏറെ ദുഃഖത്തോടു കൂടിയിട്ടാണ് കേട്ടത്. അതിൻ്റെ നടുക്കം മാറും മുമ്പാണ് ഇപ്പോൾ അതേ കാരണങ്ങൾ കൊണ്ട് ഭർത്താവിൻ്റെ അതിക്രൂരമായിട്ടുള്ള പീഡനം സഹിക്കവയ്യാതെ മറ്റൊരു യുവതി കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. ഈ ഒരു യുവതി തനിക്ക് അനുഭവിച്ചിട്ടുള്ള പീഡനത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുത്തതിന് ശേഷമാണ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. തന്നെ ഭർത്താവ് അതിക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ബന്ധുക്കളുടെ കയ്യിലേക്ക് അയച്ചു കൊടുത്തു. ആ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വാർത്തയിൽ പുറത്തു വരുന്നുണ്ട്. തൻ്റെ ദേഹത്തുള്ള മുറിവുകളൊക്കെ തന്നെ ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് മരിക്കുന്നതിന് മുൻപ് അതുല്യ എന്ന് പറയുന്ന യുവതി തൻ്റെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിരിക്കുന്നത്. മകൾ ഒരിക്കലും ജീവനൊടുക്കില്ലെന്നാണ് ഇപ്പോഴും യുവതിയുടെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങളായി കടുത്ത പീഡനമാണ് ഭർത്താവ് സതീഷ് ശങ്കറിൽ നിന്നും നേരിട്ടിരുന്നതെന്നും അതുല്യയുടെ അച്ഛൻ രാജശേഖരൻ പിള്ളയാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ഇതുകൂടി പറയുമ്പോൾ അതുല്യയുടെ മരണത്തിലെ ദുരൂഹത കൂടുകയാണ്. കൊല്ലം ചവറ തെക്കുഭാഗം കോയിവിള സ്വദേശിനി തട്ടാന്റെ വടക്കയിൽ അതുല്യ ഭവനത്തിൽ അതുല്യ ശേഖർ ഷാർജയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇന്നലെ പുലർച്ചെയാണ് ഷാർജ റോള പാർക്കിന് സമീപത്തെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെ ഏകദേശം രാത്രിയോട് കൂടിയിട്ടാണ് ഈ ഒരു വാർത്ത മലയാള മാധ്യമത്തിലൊക്കെ തന്നെ പുറത്തു വന്നത്. പിന്നീടാണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. മർദ്ദനത്തിനിടെയാണ് അതുല്യ മരിച്ചതെന്നും സൂചനയുണ്ട്. കാരണം അതുല്യ പുറത്തുവിട്ടിട്ടുള്ള വീഡിയോയിൽ അതുല്യയെ ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെയും അതുല്യയുടെ ദേഹത്ത് മർദ്ദനം കൊണ്ടുള്ള ചതവിൻ്റെയും മുറിവിൻ്റെയൊക്കെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആ യുവതി ഇത്രയും കാലം ആ വീട്ടിൽ സഹിച്ചു നിന്നിരുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത്. പോസ്റ്റ്മോർട്ടം അതുകൊണ്ട് തന്നെ നിർണായകമാകും. 25 വർഷം സൗദിയിലായിരുന്ന രാജശേഖരൻ പിള്ള ഇപ്പോൾ നാട്ടിൽ ഓട്ടോ ഓടിക്കുകയാണ്. അദ്ദേഹത്തിനും ഭാര്യ തുളസിബായിക്കൊപ്പം നാട്ടിലാണ് അതുല്യയുടെ മകൾ 10 വയസ്സുകാരി. അതുല്യയുടെ അമ്മ തുളസിബായിയുടെ പരാതിയിൽ തെക്കുഭാഗം പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അതിവേഗം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പല രംഗങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ സൈക്കോ കഥാപാത്രങ്ങളൊക്കെ തന്നെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ അതൊക്കെ തന്നെയാണ് നമ്മുടെ ചുറ്റിലും നടക്കുന്നത്. ഇതുപോലെയുള്ള മരണങ്ങൾ പുറത്തു വരുമ്പോഴാണ് അതൊക്കെ നമ്മൾ അറിയുന്നത് പോലും. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ഒരു മലയാളം സിനിമയിൽ ഫഹദ് ഫാസിൽ ചെയ്തിട്ടുള്ള ഷമ്മി എന്ന കഥാപാത്രം അതൊരു സൈക്കോ ഭർത്താവായിരുന്നു. ആ കഥാപാത്രത്തെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു സൈക്കോ ആണ് സതീഷ് ശങ്കർ. അതുപോലെയാണ് സതീഷ് ശങ്കർ തൻ്റെ ഭാര്യയോട് പെരുമാറിയിരുന്നത്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വ്യക്തമാകും. ഷാർജയിലെ ഫ്ളാറ്റിലാണ് തൂങ്ങി മരിച്ച നിലയിൽ അതുല്യയെ കണ്ടെത്തിയത്. ഇയാൾ ക്രൂരമായി ആക്രമിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന വീഡിയോകളും പുറത്തു വന്നിരുന്നു. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം ചില ചിത്രങ്ങളും വീഡിയോകളും അടുത്ത ബന്ധുവിനെ അതുല്യ അയച്ചു നൽകിയിരുന്നു. ആ വീട്ടിൽ അതുല്യ അനുഭവിച്ചിരുന്ന മാനസിക ശാരീരിക പീഡനം വ്യക്തമാക്കുന്ന വീഡിയോകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ കാണാം. വീഡിയോകളിൽ അതുല്യ ഉച്ചത്തിൽ നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം. സൈക്കോയെ പോലെയാണ് വീഡിയോകളിൽ ഭർത്താവ് പെരുമാറുന്നത്. ആക്രമണ സമയത്ത് പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ഈ വീഡിയോയാണ് അതുല്യയുടേത്. കൊലപാതകമാണോ എന്ന സംശയമുയർത്തുന്നത്. കൊന്ന് കെട്ടിത്തൂക്കാനും സാധ്യതയേറെയാണ്. മദ്യപിച്ചാൽ സതീഷ് മനുഷ്യമൃഗമായി മാറുമെന്നാണ് അടുപ്പക്കാരുടെ സാക്ഷ്യം. മകളെ മർദ്ദിക്കുന്ന വിവരം അറിഞ്ഞപ്പോൾ പലതവണ ഇയാളെ വിലക്കിയിരുന്നുവെന്നും വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന മകളെ സതീഷ് എത്തി കരഞ്ഞു പറഞ്ഞപ്പോഴാണ് തിരികെ വിട്ടതെന്നും രാജശേഖരൻ പിള്ള പറഞ്ഞു. മദ്യപിച്ചാൽ സതീഷ് മറ്റൊരാളായി മാറും. പിന്നെ ഒരു കാരണവുമില്ലാതെ മർദ്ദനം തുടങ്ങും. മദ്യപാനം നിർത്താൻ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം മർദ്ദനം പരിധി വിട്ടപ്പോൾ മകളെ വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിലാക്കി. സതീഷ് എത്തി കരഞ്ഞ് കാല് പിടിച്ചതോടെ അതുല്യ തന്നെ മനസ്സലിഞ്ഞ് ഭർത്താവിനൊപ്പം പോകുകയായിരുന്നു. ഒരു തവണ വേർപിരിയലിന്റെ വക്കിലെത്തിയ ബന്ധമാണ്. ഒടുവിൽ കൗൺസിലിംഗിലൂടെയാണ് വീണ്ടും ഒരുമിക്കാൻ തീരുമാനിച്ചത്. അന്നും മർദ്ദനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ലെന്നായിരുന്നു സതീഷ് പറഞ്ഞത്. പിന്നെയും അടി തുടർന്നുവെന്നതാണ് വസ്തുതയെന്നും അച്ഛൻ പറയുന്നു. അമ്മയുടെ മരണവാർത്ത കുട്ടിയെ അറിയിച്ചിട്ടില്ല.
സതീഷിന് കുഞ്ഞിനോട് മകളെന്ന ആത്മബന്ധമില്ലായിരുന്നുവെന്നും അത് അയാൾ തന്നെ പറഞ്ഞിരുന്നുവെന്നും രാജശേഖരൻ പിള്ള പറയുന്നു. അതുല്യ 1 വർഷമായി ഷാർജയിൽ താമസിക്കുകയായിരുന്നു. ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കേണ്ടതായിരുന്നു. ദുബായിൽ അരോമ കോൺട്രാക്ടിംഗ് കമ്പനിയിലെ എഞ്ചിനീയറായിരുന്നു ഭർത്താവ് സതീഷ് ശങ്കർ കൂട്ടുകാർക്കൊപ്പം അജ്മാനിൽ പോയി പുലർച്ചെ മടങ്ങിയെത്തിയതോടെയാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് പറയുന്നത്. ഇത് അച്ഛനും അമ്മയും വിശ്വസിക്കുന്നില്ല. അതുല്യയുടെ ഏക സഹോദരി അഖില ഗോകുൽ ഷാർജയിൽ ഇവരുടെ ഫ്ളാറ്റിനടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ഷാർജ ഫോറൻസിക് വിഭാഗത്തിലുള്ള മൃതദേഹം നടപടികൾക്ക് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോകും. ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ അതുല്യയ്ക്ക് സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിരുന്നില്ലെന്ന് ബന്ധു രവീന്ദ്രൻ പിള്ള പറഞ്ഞു. വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് സതീഷ് മദ്യപിക്കുമെന്നതിനെ പറ്റി അറിഞ്ഞതെന്നും ആദ്യം ചെറിയ രീതിയിലുണ്ടായിരുന്ന മദ്യപാനം വലിയ രീതിയിലേക്ക് മാറിയപ്പോഴാണ് ഉപദ്രവം തുടങ്ങിയതെന്നും രവീന്ദ്രൻ പിള്ള പറഞ്ഞു. ശനിയാഴ്ച രാവിലെയാണ് ഷാർജയിൽ താമസിക്കുന്ന അതുല്യയുടെ സഹോദരി മരണത്തെപ്പറ്റി തങ്ങളെ അറിയിക്കുന്നത്. വിവാഹം കഴിഞ്ഞ കാലം മുതൽ അതുല്യയ്ക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒരിക്കലും സ്വസ്ഥതയുണ്ടായിരുന്നില്ല. സതീഷ് മദ്യപാനിയായിരുന്നു. വിവാഹത്തിന് ശേഷമാണ് അത് തങ്ങൾ അറിഞ്ഞത്. ആദ്യം ചെറിയ രീതിയിലായിരുന്നു മദ്യപാനം. എന്നാൽ പിന്നീട് എപ്പോഴും മദ്യപിക്കുന്നത് പതിവായി. പിന്നാലെയാണ് അവളെ മർദ്ദിക്കാൻ തുടങ്ങിയത്. അതുല്യ വിദേശത്തെത്തിയതിന് പിന്നാലെ ഇവൾക്ക് ചില സ്ഥലങ്ങളിൽ ജോലി ലഭിച്ചിരുന്നു. എന്നാൽ അതിലൊന്നും പോകാൻ സതീഷ് അവളെ അനുവദിച്ചിരുന്നില്ല. ഒരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നു. ആരും അവളെ നോക്കാനോ അവൾ ആരോടും സംസാരിക്കാനോ ഒന്നും പാടില്ലായിരുന്നു. നേരത്തെ ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കോടതി വരെയൊക്കെ കേസ് എത്തിയിരുന്നു. എന്നാൽ പിന്നീട് അവർ തന്നെ സംസാരിച്ച് എല്ലാം ശരിയാക്കുകയായിരുന്നു. കുട്ടിയുള്ളതുകൊണ്ടാണ് എല്ലാം ശരിയാകുമെന്ന് കരുതിയതെന്നും രവീന്ദ്രൻ പിള്ള പറഞ്ഞു. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ സതീഷ് അതുല്യയ്ക്ക് സ്വസ്ഥത നൽകിയിട്ടില്ല. മദ്യപിച്ചെത്തി സ്ഥിരം മർദ്ദിച്ചിരുന്നു. പല ഘട്ടങ്ങളിലും സതീഷ് ഉപദ്രവിക്കുന്ന വീഡിയോ അതുല്യ അയച്ചു നൽകിയിരുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പും ഇത്തരത്തിൽ വീഡിയോ അയച്ചിരുന്നുവെന്നും അതുല്യയുടെ അമ്മ പറഞ്ഞു. ഫ്ളാറ്റ് പൂട്ടി താക്കോലുമായാണ് സതീഷ് പുറത്തു പോകുന്നതെന്നും അവളെ നല്ലോണം മർദ്ദിക്കുമായിരുന്നുവെന്നും അതുല്യയുടെ പിതൃ സഹോദരനും പറഞ്ഞു. അതുല്യയുടെ മരണം ഇതുവരെയായിട്ടും കുഞ്ഞിനെ അറിയിച്ചിട്ടില്ല. കുട്ടിക്കും യാതൊരു താല്പര്യവും അച്ഛനിൽ ഇല്ലായിരുന്നു. കുട്ടിക്കും ഇഷ്ടമില്ലായിരുന്നു. സതീഷ് ഒരു സംശയ രോഗിയായിരുന്നു. ഇതും അതുല്യയുടെ മരണത്തിൽ നിറയുന്നുണ്ട്. അതുല്യയുടേത് കൊലപാതകമാകാമെന്ന നിഗമനത്തിലാണ് തേവലക്കരയിലെ ബന്ധുക്കൾ. അതിനുള്ള കാരണം ഈ മർദ്ദനത്തിന്റെ വീഡിയോ ഒക്കെ തന്നെയാണ്. നാട്ടിൽ സതീഷിനെതിരെ പീഡന പരാതി നൽകിയതാണ്. എന്നാൽ 2 തവണ കൗൺസിലിംഗ് നടത്തിയാണ് പരാതി ഒത്തുതീർപ്പാക്കിയത്. ഇക്കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സ്വന്തം ഇഷ്ടത്തിനാണ് അതുല്യ ഷാർജയിലേക്ക് പോയത്. 30,000 രൂപയ്ക്ക് ഫ്ളാറ്റ് എടുത്താണ് അവളെ കൊണ്ടുപോയത്. തങ്ങളുടെ എതിർപ്പ് മറികടന്ന് മതിൽ ചാടി കടന്നാണ് സതീഷും 4-5 സുഹൃത്തുക്കളും ചേർന്ന് അതുല്യയെ കൊണ്ടുപോയതെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, അഥവാ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. പക്ഷെ അഥവാ താൻ മരിച്ചാൽ അയാൾ എന്നെ കൊന്നതാണെന്ന് വിചാരിച്ചോളാം എന്ന് അമ്മയോടും അതുല്യ ഈ വാക്കുകൾ പറഞ്ഞിട്ടുണ്ടെന്നും അമ്മ ഇപ്പോൾ പ്രതികരിക്കുന്നു. 12 വർഷം മുമ്പാണ് അതുല്യയും സതീഷും വിവാഹിതരായത്. 2 വർഷം മുമ്പ് അതുല്യ UAE-യിലെത്തി. ഷാർജയിൽ ഒരു മാളിൽ മാർക്കറ്റിംഗ് പ്രൊമോട്ടറായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് മരണം. ഇവരുടെ സഹോദരി ഭർത്താവും ഷാർജയിലുണ്ട്. മരിക്കുന്നതിന് തലേന്ന് രാത്രി സഹോദരിയെ സന്ദർശിച്ച് ജോലി ലഭിച്ച വിവരവും പങ്കുവെച്ച് മടങ്ങിയതാണ് അതുല്യ. രാവിലെയാണ് മരണ വാർത്ത അറിയുന്നത്. പുലർച്ചെ 3-ഓടെ അജ്മാനിൽ നിന്ന് ഫ്ളാറ്റിലെത്തിയ ഭർത്താവാണ് ഷാർജ പോലീസിൽ മരണവിവരം അറിയിച്ചത്. ജോലി കിട്ടിയതുകൊണ്ട് തന്നെ അതുല്യ സന്തോഷത്തിലായിരുന്നു. ഇതും കൊലപാതകത്തിലുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നു. തന്റെ മകൾക്ക് ആരുമില്ലെന്ന ചിന്ത അതുല്യയ്ക്കുണ്ടായിരുന്നു. എന്നാൽ മകളെക്കുറിച്ച് സതീഷ് ചിന്തിക്കുക പോലും ചെയ്തിരുന്നില്ല. അതിനിടെ ഭർത്താവ് സതീഷ് അതിക്രൂരമായി പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കസേര കൊണ്ട് അതുല്യയെ അടിക്കാൻ ശ്രമിക്കുന്നതിന്റെയും ശാരീരികമായി ഉപദ്രവിക്കുന്നതിന്റെയും ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. സതീഷ് ബഹളം വയ്ക്കുന്നതും അതുല്യ നിലവിളിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഏതായാലും മുത്തശ്ശിയുടെയും കൂടെയാണ് മകൾ നാട്ടിൽ താമസിക്കുന്നത്. ശാസ്താംകോട്ട സ്വദേശിയും ദുബായിലെ കെട്ടിട നിർമ്മാണ കമ്പനിയിലെ എഞ്ചിനീയറുമായ സതീഷും അതുല്യയും തമ്മിൽ വ്യാഴാഴ്ചയും വഴക്കുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ സതീഷ് അജ്മാനിലേക്ക് പോയി. അടുത്ത ദിവസം മടങ്ങിയെത്തിയപ്പോഴാണ് അതുല്യയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളത് ദുരൂഹമായി തന്നെ തുടരുകയാണ്.